വാർത്തകളിലേക്ക് വിശദമായി. കൊച്ചിയിൽ 1.5 വയസ്സുകാരിയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. എറണാകുളം കലൂരിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് അച്ഛന്റെ അമ്മയുടെ സുഹൃത്താണ് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ചയാണ് സംഭവം. മുത്തശ്ശിയുടെ സുഹൃത്ത് പള്ളുരുത്തി സ്വദേശി ജോൺ ബിനോയ് ഡിക്രൂസിനെ കസ്റ്റഡിയിലെടുത്തു. അങ്കമാലി പാറക്കടവ് സ്വദേശി സജീവിന്റെ മകൾ മരിയയാണ് കൊല്ലപ്പെട്ടത്. ഛർദ്ദിച്ചെന്ന് പറഞ്ഞ് എറണാകുളം നോർത്തിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. കുട്ടിയുടെ ശ്വാസകോശങ്ങളിൽ വെള്ളം കയറിയിരുന്നുവെന്ന് ശിശുക്ഷേമ സമിതി അംഗം അരുൺ പറഞ്ഞു. പ്രതി കുറ്റം സമ്മതിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഇത് കൊലപാതകം തന്നെയാണെന്നാണ് വിവരം തന്നിരിക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. എന്താണ് ഇതിലേക്ക് നയിച്ച കാരണങ്ങളെന്ന് വ്യക്തമായിട്ടില്ല. അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് റൂമെടുത്തവരെയും കുട്ടിയുടെ മുത്തശ്ശിയെയും മുത്തശ്ശിക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷനെയും എല്ലാം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും എല്ലാം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഉള്ള പരിശോധനയും അന്വേഷണവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5.5 വയസ്സുള്ള മൂത്ത കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തെന്നും ശിശുക്ഷേമ സമിതി വ്യക്തമാക്കി. ഭർത്താവുമായി വേർപിരിഞ്ഞ അമ്മ വിദേശത്തായതിനാലാണ് അമ്മുമ്മയെ കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചത്. ദമ്പതികളെന്ന് പരിചയപ്പെടുത്തി ശനിയാഴ്ചയാണ് ഇവർ മുറിയെടുത്തതെന്ന് ഹോട്ടൽ മാനേജർ പറഞ്ഞു. റൂം എടുക്കുന്നത് അതായത് ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് സംഭവിച്ചെന്നാൽ പെട്ടെന്ന് കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അവർ പോകുന്നത് കണ്ടു. പിറ്റേന്നാണ് മരിച്ചതായിട്ട് അറിയുന്നത്. നമ്മൾ സ്വാഭാവികം വിചാരിച്ചു സുഖമില്ലാണ്ട് പോയതാണെന്നാണ്. പിന്നെയാണ് അതൊരു മർഡറാണെന്ന് പറയുന്നത് കേട്ടത്. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിനുള്ളത് നിലച്ച പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോല് കടത്തിയാണ് പോകുന്നത്. വിവരങ്ങളുമായി MS അനീഷ് കുമാറും സിജോ വി ജോണും ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊരു കൊലപാതകം എന്ന സംശയം തോന്നുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്? അങ്കമാലി സ്വദേശികളുടെ കുട്ടിയാണ് മരിച്ച 1.5 വയസ്സുകാരി. മുത്തശ്ശിയോടൊപ്പം 4 വയസ്സുള്ള സഹോദരനൊപ്പമാണ് ഈ സ്ഥലത്ത് എത്തിയത്. 42 വയസ്സുള്ള ഈ മുത്തശ്ശി 28 വയസ്സുകാരനായ പള്ളുരുത്തി സ്വദേശിയായ കാമുവിനൊപ്പം ശനിയാഴ്ച ഇവിടെ ഹോട്ടലിൽ മുറിയെടുക്കുകയായിരുന്നു. തുടർന്ന് പല ദിവസങ്ങളും രാവിലെ ഈ മുത്തശ്ശി എന്ന സ്ത്രീ രാവിലെ തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്തിരുന്നതായി ഹോട്ടലിലെ ജീവനക്കാർ പറയുന്നു. ഈ സമയത്തൊക്കെ കുട്ടിയെ നോക്കിയിരുന്നത് ഈ യുവാവാണ് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനുശേഷമാണ് ചൊവ്വാഴ്ച പുലർച്ചയോടുകൂടി ഈ വളരെ കുട്ടി അവശനിലയിലായ കുട്ടിയുമായി ഈ അനങ്ങുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ മുത്തശ്ശി ഹോട്ടൽ റിസപ്ഷനിലേക്ക് എത്തുകയും അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്ത് സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി ഛർദ്ദിച്ചു, അതായത് പാൽ കുടിക്കുന്നതിനിടയിൽ നെറുകയിൽ പോയി ഛർദ്ദിച്ചു എന്ന വിശദീകരണമാണ് നൽകിയത്. എന്നാൽ ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴേക്കും ഈ കുട്ടി മരിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ സംഭവത്തിൽ ഒരു അസ്വാഭാവികത തോന്നിയ ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇവർ ഇരുവരെയും ചോദ്യം ചെയ്തു. അപ്പോഴും ഇവർ ആവർത്തിച്ചിരുന്നത് പാൽ നെറുകയിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചത് എന്ന് തന്നെയാണ്. എന്നാൽ കുട്ടിയുടെ അമ്മ വിദേശത്താണ് എന്ന് പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ മനസ്സിലായി. തുടർന്നാണ് ഇവർ ഈ രണ്ടുപേരെ നിരീക്ഷിക്കുകയും ഇതൊരു കൊലപാതകമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. തുടരുക. ഇപ്പോൾ സിജോ വി ജോൺ കൂടി ചേരുകയാണ്. സിജോ, ഇപ്പോൾ ഈ മുത്തശ്ശിയുടെ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലുണ്ട്. ജോൺ ബിനോയിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? ഈ മുത്തശ്ശിക്കും ഇതിൽ പങ്കുണ്ട് എന്നാണോ സംശയിക്കുന്നത്? അവരെയും പ്രതി ചേർക്കുമോ? എന്താണ് നമുക്ക് പോലീസ് നൽകുന്ന സൂചനകൾ? രേണുക, ഈ കൊലപാതകത്തിൽ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് കൊലപാതക കാരണം ആയി പറയുന്നത് ഈ കുട്ടിയുടെ മുത്തശ്ശി സിസ്റ്റിയും അതോടൊപ്പം തന്നെ സിസ്റ്റിയുടെ കാമുകനും ബിനോയ്ക്കൊപ്പമാണ് നോറ മരി എന്ന 1 വയസ്സ് 8 മാസം പ്രായമുള്ള കുട്ടി താമസിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മ ഡിക്സി വിദേശത്താണ്. ഈ കുട്ടിയുടെ അച്ഛൻ അങ്കമാലി സ്വദേശിയാണ്. സജീഷ് എന്നാണ് ആളുടെ പേര്. ഈ സജീഷ് നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ കുട്ടിക്ക് സംരക്ഷണം ഏറ്റെടുക്കാൻ ഈ കുട്ടിയുടെ അച്ഛൻ തയ്യാറായിരുന്നില്ല. നിരവധി തവണ ജയിലിലൊക്കെ പോയ ആളാണ്. അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ സംരക്ഷണം ഈ കുട്ടിയുടെ നോറയുടെ അച്ഛന്റെ അമ്മ, അതായത് ഈ സിസ്റ്റി ഏറ്റെടുക്കുന്നത്. ഈ സിസ്റ്റിയുടെ ഒപ്പമാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഇനി ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമായി പോലീസ് പറയുന്നത് ഈ സിസ്റ്റിയും അതോടൊപ്പം തന്നെ ഈ സിസ്റ്റിയുടെ കാമുകൻ ബിനോയും തമ്മിൽ നിരവധി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത്
ഇവർക്കാരും ഒന്നാമതായി പ്രായ വ്യത്യാസം നന്നായിട്ടുണ്ട്. 50 വയസ്സാണ് സിപ്സിയുടെ പ്രായം, 28 വയസ്സാണ് കാമുകനായിട്ടുള്ള ഈ ബിനോയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ബിനോയ് ഈ സിപ്സിയെ വിട്ടു പോകുമ്പോൾ ബന്ധം അവസാനിപ്പിച്ച് വിട്ടു പോകുമോ എന്നുള്ള ഒരു സംശയം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കേസുകളും ഈ സിപ്സി ബിനോയ്ക്ക് എതിരെ കൊടുത്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ റൂം 5-ാം തീയതിയാണ് ഇവിടെ കലൂരിലുള്ള ഹോട്ടലിൽ വന്ന് മുറിയെടുക്കുന്നത്. അതിനുശേഷം ഈ 7-ാം തീയതി ഈ സിപ്സി ബിനോയ്ക്കെതിരെ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം മടങ്ങി തിരികെ ഹോട്ടലിലേക്ക് 7-ാം തീയതി വരികയാണ്. 7-ാം തീയതി വന്നതിന് ശേഷം രാത്രി 10:30 ഈ കുട്ടിയുടെ മുത്തശ്ശി, അതായത് സിപ്സി പുറത്തേക്ക് പോവുകയാണ്. ഈ പുറത്തേക്ക് പോയ ഒരു സമയത്താണ് ഈ ബിനോയ് ഈ 2 കുട്ടികളെയും കൊണ്ട് റൂമിനകത്തുണ്ടായിരുന്നു. ബിനോയ് ഈ ടോയ്ലറ്റിനകത്ത് കയറുകയും അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റിൽ ഈ കുട്ടി നോറ മരിയ എന്ന ഈ കുട്ടിയെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ സമയം ഈ സിപ്സി, അതായത് കൂടെ ഉണ്ടായിരുന്ന സിപ്സി ആ റൂമിലുണ്ടായിരുന്നില്ല, പുറത്തു പോയേക്കുമായിരുന്നു. സിപ്സി മടങ്ങി വരുമ്പോഴാണ് ഈ ബിനോയ് പറയുന്നത് കുട്ടി പാല് കുടിച്ചപ്പോൾ ഉള്ളിൽ പോയി തലച്ചോറിന് അങ്ങനെ ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഈ സിപ്സിയെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതായത് ഈ വ്യാജ പരാതി കൊടുത്തതിലുള്ള പകയാണ് ഈ സിപ്സിയെ പുറത്തു പോയ സമയത്ത് ബിനോയ് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊല നടത്തുന്നതിൽ ഈ സിപ്സി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അച്ഛന്റെ അമ്മയ്ക്ക് കൊലപാതകത്തിൽ ഇപ്പോൾ നേരിട്ട് പങ്കുണ്ടായി അറിയില്ല. കാരണം ഇവർ പുറത്തു പോയ സമയത്ത് ഇവരോടുള്ള ഒരു പകയുടെ തുടർന്നാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബിനോയ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് അയാളുള്ളത്. അയാൾ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ സിപ്സി ഇയാൾക്കെതിരെ, ബിനോയ്ക്കെതിരെ, കാമുകനെതിരെ നിരന്തരമായി വ്യാജ പരാതികൾ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല വ്യാജ പരാതിയിലുള്ള പ്രതികാരം എന്ന നിലയിൽ ആണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഈ കസ്റ്റഡിയിലുള്ള ആൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം. ഇപ്പോൾ സിജോ വി ജോണും ഒപ്പം തന്നെ MS അനീഷ് കുമാറും ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശരി, എന്തായാലും കസ്റ്റഡിയിലുള്ള പ്രതി കുറ്റം സമ്മതിച്ചു എന്ന വിവരങ്ങളുണ്ട്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുകയാണ്. പ്രതിയുമായി പോലീസ് വാഹനം പുറപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. സിജോ വി ജോണും ഒപ്പം തന്നെ MS അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ വീടിന് തീപിടിച്ച് 5 പേർ മരിച്ച സംഭവത്തിൽ അട്ടിമറി സാധ്യത തള്ളി പോലീസ്. വീട്ടിലേക്ക് തീ പടർന്നത് കാർ പോർച്ചിൽ നിന്നാണെന്ന് പോലീസ് അറിയിച്ചു. കാർ പോർച്ചിലെ LED ബൾബിന്റെ വയർ ഷോർട്ടായാണ് ആദ്യം തീയുണ്ടായത്. തീപ്പൊരി ബൈക്കിൽ വീണ് തീ പടരുകയും ജനൽ ഭാഗത്തുകൂടി അകത്തേക്ക് പടരുകയുമായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ബൈക്കിന് തീപിടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ദുരൂഹതകൾ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് അതൊക്കെ തള്ളിക്കളയുകയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് 5 പേരുടെ ജീവനെടുത്തത് എന്ന് പറയുന്നു. എങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഈ പ്രാഥമികമായൊക്കെ നടത്തിയ ഈ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? രേണുക, കാർ പോർച്ചിലെ LED ബൾബിന്റെ വയർ ഷോർട്ടായാണ് ആദ്യം തീയുണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയില്ല. ഈ വയർ ഷോർട്ടായി തീ ഉണ്ടാവുകയും അത് ബൈക്കിലേക്ക് വീഴുകയുമായിരുന്നു. ബൈക്ക് ആദ്യം ഒരു ബൈക്ക് കത്തുകയും അവിടെ 4 ബൈക്കുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 3 ബൈക്കുകളിലേക്ക് കൂടി തീ പടരുകയും ജനൽ വഴി വീടിനുള്ളിൽ
തീ പടരുകയുമായിരുന്നു. താഴത്തെ നിലയിലാണ് ആദ്യം തീ പടർന്നത്. മുകളിലത്തെ നിലയിൽ ഉണ്ടായിരുന്നവരും മരിച്ചു. ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. പഴയ വയറിംഗ് ആണ്, അതായത് ഇത് പഴയ വീട് കാലാകാലങ്ങളിൽ നവീകരിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാക്കുകയായിരുന്നു. വളരെ പഴക്കമുള്ള വയറിംഗ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലപ്പഴക്കം ചെന്ന വയറിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് കേടാവുകയും തീപിടിക്കുകയും ചെയ്തു എന്നുള്ള ഒരു നിഗമനമാണ് KSEBിക്കുമുള്ളത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളതും. കാർപോർച്ചിലെ LED ബൾബിൽ ആദ്യം തീപ്പൊരി ഉണ്ടാകുന്നു, അതിനുശേഷം ബൈക്കിന് തീ പിടിക്കുന്നു, പിന്നീട് ഈ തീ വീടിനുള്ളിലേക്ക് പടരുകയായിരുന്നു. അട്ടിമറി സാധ്യത പൂർണ്ണമായും തള്ളുന്നു. ആദ്യ ഘട്ടത്തിൽ ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെയും അട്ടിമറി ഉണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെയും പോലീസ് വിവിധ വശങ്ങൾ പരിശോധിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥർ എത്തി പരിശോധനകൾ നടത്തി. ഇപ്പോൾ അന്തിമമായി എത്തിയിരിക്കുന്നത് പോലീസിന്റെ കണ്ടെത്തൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഈ സംഭവത്തിലില്ല, അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായ ഒരു നീക്കമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പോത്തൻകോട് സുധീഷ് വധവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീഴ്ച. കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് വീഴ്ച. കുറ്റപത്രം അപൂർണമാണ്. കുറ്റപത്രം പരിശോധിച്ച കോടതി ജീവനക്കാരാണ് വീഴ്ച കണ്ടെത്തിയത്. നിർണായക രേഖകൾ കുറ്റപത്രത്തിനൊപ്പമില്ല. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിനോദ് അതിന്റെ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിനോദ്, എന്തൊക്കെ വീഴ്ചകളുണ്ട് എന്നാണ് കോടതി ജീവനക്കാർ കണ്ടെത്തിയിട്ടുള്ളത്? രേണുക, നേരത്തെ ഈ 90 ദിവസം തികയുന്നതിന് മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അതായത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായി എന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചില അപാകതകൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കുറ്റപത്രം പരിശോധിച്ച ജീവനക്കാർ ഇതിലെ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ തെളിവ് നശിപ്പിച്ചതിന്റെയും ഗുണ്ടാസംഘം എത്തിയ വാഹനങ്ങളുടെ വിശദാംശങ്ങളും അടക്കം ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചില രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും പൂർണ്ണമായി പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ കുറ്റപത്രം നിരസിക്കുന്ന നിലയിലേക്ക് രേണുക. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കുറ്റപത്രം അപൂർണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോടതി ജീവനക്കാരാണ് ഈ വീഴ്ച കണ്ടെത്തിയത്. ഇപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിയിലെ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. അവിടെ പ്രതി അച്ഛൻ്റെ അമ്മയുടെ സുഹൃത്ത് ജോൺ ബിനോയിയെ പുറത്തേക്ക് പോലീസ് കൊണ്ടുവരുന്നു. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇടവേള. യുദ്ധത്തിന് അയവ്. യുക്രൈനിലെ സുമിയിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോളണ്ടിലേക്ക് പുറപ്പെട്ടു. മലയാളികളടക്കം 694 വിദ്യാർത്ഥികൾ എൽബിവിൽ നിന്ന് ട്രെയിൻ മാർഗം പോളണ്ടിലെത്തും. ഇന്ന് പോളണ്ടിൽ താമസിച്ച ശേഷം നാളെ നാട്ടിലേക്ക് തിരിക്കും. യുക്രൈനിലെ 10 നഗരങ്ങളിൽ ഇന്ന് വെടിനിർത്തൽ ഏർപ്പെടുത്തി. ഇന്ത്യൻ സമയം രാത്രി 12:30 വരെയാണ് വെടിനിർത്തൽ. നാളെ നടക്കുന്ന റഷ്യ യുക്രൈൻ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ വ്യക്തമാക്കി. സജീവ് സി വാരിയർ വിവരങ്ങളുമായി ചേരുകയാണ്. സജീവ്, പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ ചർച്ച നടക്കാനിരിക്കുന്നു. വെടിനിർത്തൽ പാലിക്കപ്പെടുന്നു. ഒപ്പം തന്നെ ചെറിയ അയവ് യുദ്ധത്തിന് വന്നിട്ടുണ്ട് എന്നൊരു സാഹചര്യം. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, എല്ലാ അർത്ഥത്തിലും ശുഭകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ അവിടെ നിന്ന് എൽവിവിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു. അവർ 2 മണിക്കൂറിനകം പോളണ്ടിലെത്തും. പോളണ്ടിൽ തങ്ങിയ ശേഷം നാളെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരും എന്നുള്ള വിവരമാണ് എംബസി അധികൃതർ നൽകുന്നത്. 694 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ
സുമിയിൽ നിന്ന് ഒഴിപ്പിച്ചത്. അവിടെ വെടിനിർത്തലാണ്. ഇന്നും വെടിനിർത്തൽ തുടരുന്നു. 10 നഗരങ്ങളിലാണ് വെടിനിർത്തൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് അവിടെ ഏകദേശം സീസ് ഫയർ വിവിധ നഗരങ്ങളിലായി വെടിനിർത്തൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉക്രൈനികളായിട്ടുള്ള പൗരന്മാരെ അടക്കം പുറത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നാളെയാണ് വളരെ നിർണായകമായ ചർച്ച നടക്കാനിരിക്കുന്നത്. തുർക്കിയിൽ വെച്ചാണ് ചർച്ച. തുർക്കിയുടെ മധ്യസ്ഥതയിൽ, തുർക്കി വിദേശകാര്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ 2 രാജ്യത്തിൻ്റെയും റഷ്യയുടെയും യുക്രൈൻ്റെയും വിദേശമന്ത്രിമാരാണ് നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ തന്നെ പുടിൻ്റെയും സെലൻസ്കിയുടെയും ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കുറെ കൂടി ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുവെന്ന സൂചനകളുണ്ട്. അത് വളരെ ശുഭപ്രതീക്ഷയാണ് എന്ന് എർദോഗൻ തുർക്കി പ്രസിഡന്റ് ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. നാളത്തെ ചർച്ചയിൽ വലിയ തോതിലുള്ള ശുഭപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. രേണുക. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. യുക്രൈൻ ഒഴിപ്പിക്കൽ ദൌത്യം വിജയകരമായ പര്യവസാനത്തിലേക്കെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. സുമിയിൽ ഇനി ഇന്ത്യക്കാർ ശേഷിക്കുന്നതായി അറിയില്ല. സുമിയിലെ ഒഴിപ്പിക്കൽ സമ്മർദ്ദം നിറഞ്ഞതായിരുന്നു. വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകിയതെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്കകം മുഴുവൻ കുട്ടികളും തീവണ്ടിയിൽ ലിവീവിലെത്തും. അതിനുശേഷം അതിർത്തി കടന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവര് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് വിദേശകാര്യ മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത്. യുദ്ധഭൂമിയിൽ നമ്മുടെ കുട്ടികൾ കുറെ കഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അവരുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകിയത്. യുക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ എംബസിക്കും നന്ദി പറഞ്ഞ് പാകിസ്ഥാൻ പെൺകുട്ടി. കീവിൽ കുടുങ്ങിയ അസ്മ ഷഫീഖ് എന്ന വിദ്യാർത്ഥിനി ഇപ്പോൾ പടിഞ്ഞാറൻ യുക്രൈനിലേക്കുള്ള യാത്രയിലാണ്. ബംഗ്ലാദേശ്, നേപ്പാൾ പൗരന്മാരെയും ഇന്ത്യൻ അധികൃതർ നേരത്തെ യുക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. My name is Asma Shafiq and I'm from Pakistan, and I'm very thankful to the embassy of Indian embassy of Kyiv for supporting us all the way here, as we were stuck in very difficult situations, and also thanking the Prime Minister of India, and thank you so much for supporting us, and hope we get home safely because of the Indian embassy. യുക്രൈൻ ജനതയിൽ വലിയൊരു വിഭാഗം യാത്രയിലാണ്. തോളിൽ കൊള്ളുന്നത് മാത്രമെടുത്ത് കൊടും മഞ്ഞിലൂടെയുള്ള യാത്ര. സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരുമാണ് ഏറെയും. മെച്ചപ്പെട്ട ജീവിതം തേടിയല്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് കെ-ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി വൈറ്റിലയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 13ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ എം അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായിരുന്നു. കൊച്ചി മേയർ എം അനിൽകുമാർ, സിഇഒ ഭാരവാഹികളായ CR സുധീർ, കെ വിജയകൃഷ്ണൻ, KV രാജൻ എന്നിവർ പങ്കെടുത്തു. നല്ല രീതിയിലുള്ള ചർച്ചയും തീരുമാനങ്ങളും. വോട്ടെണ്ണൽ നാളെ. അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ നാളെ നടക്കും. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം അറിയിക്കാൻ ന്യൂസ് 18 വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഫലം കാണുമോ? രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ? വൻ അട്ടിമറികൾ സംഭവിക്കുമോ? ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. 40 സീറ്റുകളുള്ള ഗോവയുടെയും 60 സീറ്റുള്ള മണിപ്പൂരിന്റെയും ചിത്രം ഉച്ചയോടെ വ്യക്തമാകും. 403 സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ ഫലം പൂർത്തിയാകാൻ കൂടുതൽ സമയമെടുക്കും. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ മുൻതൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. 2017 മണിപ്പൂരിലും ഗോവയിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും സർക്കാർ രൂപീകരിക്കാനാകാതെ പോയ കോൺഗ്രസ് ഇത്തവണ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നേരിയ സീറ്റുകളുടെ കുറവുണ്ടായാൽ സഖ്യചർച്ചകൾ നടത്താൻ
BJPയും കോൺഗ്രസും ഒരുപോലെ തന്ത്രം മെനയും. പഞ്ചാബിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. ഗോവയിലും ശക്തമായ സാന്നിധ്യമാണ് AAP പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. UPയിൽ എന്താവും?